welcome to a new class of Jolly Tutorials. In the class 9th the physics chapter 8 motion previous class continue. So today we are starting with the topic graphical representation of motion. This is this is one of the most important topic in this chapter, and concepts മനസ്സിലാക്കേണ്ട ടോപ്പിക്സ് ആണ് ഇനി വരാൻ പോകുന്നത്. കാരണം ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാതെ നമുക്ക് ഇതിൽ നിന്ന് ഇക്വേഷൻ ഒക്കെ ഡിറൈവ് ചെയ്യാൻ ഒത്തിരി പാടാകും. കാരണം അതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്. സോ ഈ ടോപ്പിക് എല്ലാവരും നന്നായിട്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രാഫ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇത് ഇപ്പം ഈ 3 പോയിന്റ്സ് എന്ന് വെച്ചാൽ ജനറൽ ഒരു ഐഡിയ, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഉള്ളൂ. ഗ്രാഫ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഇറ്റ്സ് ആക്ച്വലി കൺവീനിയൻറ്റ് മെത്തേഡ്. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കൺവീനിയൻറ്റ് മെത്തേഡാണ് ഗ്രാഫ്സ് എന്ന് പറയുന്നത്. കാരണം നമ്മളത് റോ ഡാറ്റ ആയിട്ട് എഴുതി വെക്കുന്നതിനേക്കാളും അതപ്പം കുറച്ചും കൂടി നമ്മൾ വായിച്ചെടുക്കാൻ കുറച്ചും കൂടി കഷ്ടപ്പെടണം. പക്ഷേ ഗ്രാഫിക്കൽ മെത്തേഡ് ആണെങ്കിൽ വി ഗെറ്റ് ദ ഗ്രാഫ്സ് ആൻഡ് അതിൽ നിന്ന് നമുക്ക് കൺക്ലൂഷൻസ് ഒക്കെ കിട്ടാൻ ഒത്തിരി കുറച്ചും കൂടി എളുപ്പമാണ്. സോ ദാറ്റ്സ് വൈ വി യൂസ് ഗ്രാഫ്സ്. നൗ a straight line graph, നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് കൂടുതൽ നമ്മൾ ഡീൽ ചെയ്യുന്ന സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് വെച്ചിട്ടാണ്. This actually helps in solving a linear equation having two variables. നമ്മുടെ മാത്സിനകത്തെ പോളിനോമിയൽ ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട് ലീനിയർ പോളിനോമിയൽ എന്താണെന്ന്. പോളിനോമിയൽ വിത്ത് ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയലിനാണ് നമ്മൾ ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അതിൻ്റെ ജനറൽ ഫോം നോക്കുകയാണെങ്കിൽ ax plus b എന്ന് പറയും. This is the general form where a and b are real numbers. So this is the general form of a linear polynomial. ഇനി ഈ linear polynomial നമ്മൾ equal to 0 എന്ന് പറഞ്ഞ് equate ചെയ്യുകയാണെങ്കിൽ this is a linear equation. Now in this chapter we are dealing with linear equations having two variables. ഇപ്പോൾ for example ഇങ്ങനത്തെ ഒരു ഫോം x plus 2y equal to 0 അല്ലെങ്കിൽ 3x plus 4y equal to 0. ഇവിടെ എക്സും വൈയും രണ്ടും വേരിയബിൾസ് ആണ്. സോ ഇങ്ങനെ രണ്ട് വേരിയബിൾ ഉള്ള ലീനിയർ പോളിനോമിയൽസ് അല്ലെങ്കിൽ ലീനിയർ ഇക്വേഷൻസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഡിഗ്രി നമ്മളുടെ രണ്ട് വേരിയബിൾസിൻ്റെയും ഹയസ്റ്റ് ഡിഗ്രി 1 ആയിരിക്കും. സോ ഇങ്ങനത്തെ വേരിയബിൾസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇക്വേഷൻസ് ആണ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. എക്സും വൈയും രണ്ട് ഡിഫറെൻറ്റ് വേരിയബിൾസ്. സോ ദിസ് ഈസ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ. ഇങ്ങനത്തെ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് മുമ്പിലത്തെ ടോപ്പിക്സിൽ നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ്, ലൈൻ ഗ്രാഫ് ഷോസ് ഡിപ്പെൻഡൻസ് ഓഫ് വൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി. പി ക്യൂ എന്ന് വെച്ചാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. സോ ഇറ്റ് ഷോസ് ദ ഡിപ്പെൻഡൻസ് ഓഫ് വൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് അനദർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫോർ എക്സാമ്പിൾ ഇപ്പം ഡിസ്റ്റൻസും ടൈമും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻഷിപ്സ് ഉണ്ട്. സോ ഇത് എങ്ങനെയാണ് ഡിസ്റ്റൻസ് ടൈമിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് വെലോസിറ്റി ടൈമിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അങ്ങനെ ഇതിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ഡിസ്റ്റൻസും ടൈമും എടുത്തുവെന്നേ ഉള്ളൂ. ഇത് രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വേണമെങ്കിലും ആകാം. അങ്ങനെ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ഡിപ്പെൻഡൻസ് എന്താണെന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ കാണിച്ചു തരുന്ന ലൈൻ ഗ്രാഫ്സ് ത്രൂ ആണ്. സോ ദാറ്റ്സ് ദ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഓഫ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ. ഇനി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഗ്രാഫ്സിനെ കുറിച്ചും പഠിക്കാം. സോ ഇനി നമ്മൾ ഓരോ ടൈപ്സ് ഓഫ് ഗ്രാഫ്സിനെ കുറിച്ച് ഡീറ്റെയിലി പഠിക്കാൻ പോവാം. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്സ്. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പം അതിൻ്റെ ചേഞ്ച് ഇൻ പൊസിഷൻ, അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ 0 ആണെങ്കിൽ അത് മൂവ് ചെയ്തതിൻ്റെ ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ ടൈം ഇൻ്റർവെല്ലും അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് ടൈം, അതാണ് നമ്മളുടെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്സിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരാക്സിസിൽ ഡിസ്റ്റൻസും ഒരാക്സിസിൽ ടൈമും ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഈ ഗ്രാഫ് ആക്ച്വലി നമ്മളോട് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ആവുമല്ലോ. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ആദ്യം എൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഇതായിരുന്നു, ഫൈനൽ പൊസിഷൻ ഇതാ. സോ ദർ ഇസ് എ ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് ടൈം. സോ ഈ ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് ടൈം ആണ് നമ്മളുടെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
Now in this graph നമ്മൾ യൂഷ്വലി നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും അല്ലേ. എക്സ് ആക്സിസിൽ നമ്മൾ ടൈം റെപ്രസെന്റ് ചെയ്യും, വൈ ആക്സിസിൽ നമ്മൾ ഡിസ്റ്റൻസും റെപ്രസെന്റ് ചെയ്യും. Now so this is how a distance time graph looks like. എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ ഡിസ്റ്റൻസും. ഇനി ഒരു ഒബ്ജക്റ്റ് നമ്മൾക്ക് പല ടൈപ്പ് ഓഫ് മോഷനും നമുക്ക് ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്യാം. യൂണിഫോം, നോൺ യൂണിഫോം, ആക്സലറേറ്റഡ് മോഷൻ എല്ലാം ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഫസ്റ്റ് കേസ് എടുക്കുക, യൂണിഫോം മോഷൻ ഉള്ള അല്ലെങ്കിൽ യൂണിഫോം സ്പീഡ് ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ കേസ് എടുക്കുക. യൂണിഫോം സ്പീഡ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നമുക്കറിയാം, നമ്മൾ ആ പഠിച്ച ഡെഫിനേഷൻ വെച്ച് അത് ഈക്വൽ ഡിസ്റ്റൻസ് ആണ്, ഈക്വൽ ടൈം ഇന്റർവെൽസിൽ അത് കവർ ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് this definition we learned earlier. In uniform speed, when an object is having a uniform speed, equal distances is covered in equal intervals of time. So അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ടേക്കൺ. ഇതിന്റെ ഈ സിമ്പിളിന്റെ അർത്ഥമാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റിയുടെ സൈൻ ആണ് ഈ കാണിക്കുന്നത്. ഡയറക്ട്ലി പ്രൊപ്പോർഷണലിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അതേ അമൗണ്ടിൽ ടൈം ഇൻക്രീസ് ചെയ്യും. ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ അതേ അമൗണ്ടിൽ ടൈം ഡിക്രീസ് ആകത്തില്ല. പക്ഷെ ടൈം കൂടുകയോ കുറയുന്നോ അനുസരിച്ച് ഡിസ്റ്റൻസിനും അതേപോലെ തന്നെ അതേ അമൗണ്ടിലായിരിക്കും ഡിസ്റ്റൻസിനകത്തും വേരിയേഷൻ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ആദ്യത്തെ ഇനീഷ്യൽ പൊസിഷനിലെ ഡിസ്റ്റൻസ് 5 അല്ലെങ്കിൽ 0 മീറ്റർ തന്നെയായിരുന്നു. ആൻഡ് ടൈം 0 സെക്കൻഡ്സിലുള്ള 0 മീറ്റർ. ഇനി അടുത്ത ഇത് 5 മീറ്ററായി 5 സെക്കൻഡ്സിൽ, അടുത്ത 10 മീറ്ററായി 10 സെക്കൻഡ്സിൽ, അങ്ങനെ ഇത് പോയിക്കൊണ്ടിരിക്കും. സോ വി ക്യാൻ സീ ദാറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഇസ് കവേർഡ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. ചില ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ, അത് ഇപ്പം ഇവിടെ എങ്ങും ആപ്ലിക്കബിൾ അല്ല. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ എക്സ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വൈ എന്ന് ഞാൻ എഴുതുക. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ ഇത് എക്സും നമ്മുടെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, വൈയും ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് എഴുതണമെങ്കിൽ നമുക്ക് ഈ സെയിം പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഇട്ടിട്ട് 1/y എന്ന് എഴുതണം. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമ്മൾ എക്സ് പ്രൊപ്പോർഷണൽ ടു വൈ ഇങ്ങനെ എഴുതുന്നത്. ഇത് ഇൻവേഴ്സ്ലി, ഇത് ഡയറക്ട്ലി. ഓക്കെ, നൗ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ എക്സ് ഒരു 5 amount കൂടിയാൽ വൈ 5 amount കുറയും. എന്ന് വെച്ചാൽ ഈക്വൽ amount, എക്സ് കൂടുമ്പോൾ വൈ കുറയും, ഈക്വൽ amount തന്നെ. അത് അങ്ങനെ പോകുന്നതിനാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ എക്സ് ഇപ്പോൾ 5 amount കൂടുവാണെങ്കിൽ വൈയും 5 amount കൂടും. അത് ഒരേ അമൗണ്ടിൽ കൂടുകയും കുറയുകയും ചെയ്യുന്നതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നമ്മൾ പറയുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ ഒരെണ്ണം കൂടുമ്പം അതേ സെയിം അമൗണ്ടിൽ മറ്റേ ക്വാണ്ടിറ്റി കുറയും. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് യൂണിഫോം സ്പീഡിന്റെ കാര്യത്തിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടൈം ടേക്കൺ. സോ ഫോർ യൂണിഫോം മോഷൻ നമ്മൾ ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതിനകത്തൊരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. നമുക്ക് വാല്യൂസ് വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കൊരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഫോർ എ യൂണിഫോം മോഷൻ, ഒരു ബോഡി യൂണിഫോം മോഷനെ കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് നമുക്ക് വരയ്ക്കുമ്പോൾ ഒരു സ്ട്രേറ്റ് ലൈനാണ് കിട്ടാൻ പോകുന്നത്. ബിക്കോസ് ഡിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. ഇനി നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്ത യൂണിഫോം സ്പീഡ് ഉള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിനെ കൂടുതൽ നന്നായിട്ട് അനലൈസ് ചെയ്യാം. സോ ഞാൻ വലുതായിട്ടൊരു ഗ്രാഫ് വരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഗ്രാഫിൻ്റെ ഒറിജിൻ ആണ് O. ഇത് എക്സ് ആക്സിസിൽ നമ്മൾ ടൈമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മിനിറ്റിൽ, വൈ ആക്സിസിൽ നമ്മൾ ഡിസ്റ്റൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കിലോമീറ്ററിൽ. ഒരു യൂണിഫോം സ്പീഡുള്ള ഒബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമുക്ക് സ്ട്രേറ്റ് ലൈനാണ് ഗ്രാഫ് വരയ്ക്കും കിട്ടുന്നത്. ഇത് കുറച്ച് വളമുണ്ട്, പക്ഷെ ഇതൊരു ശരിക്കൊരു സ്ട്രേറ്റ് ലൈനാണ് കിട്ടുന്നത് കേട്ടോ. ഇനിയിപ്പം ഞാൻ ഈ സ്ട്രേറ്റ് ലൈനിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ, അതായത് ഇവിടെ ഞാൻ 20 minute ആകുമ്പോഴും 30 minute ആകുമ്പോഴും ഈ ഗ്രാഫിൽ നമുക്ക് പോയിന്റ്സ് ആണല്ലോ, പോയിന്റ്സ് ജോയിൻ ചെയ്തല്ലേ നമുക്ക് ഗ്രാഫ് കിട്ടുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് അന്നേരത്തെ 2 പോയിന്റ്സിനെ മാർക്ക് ചെയ്തു, എയും ബിയും എന്ന് പറഞ്ഞുകൊണ്ട്. സോ
OB shows the distance is increasing at a uniform rate. ഇത് O origin and this is the point B. ഈ OB എന്ന് പറഞ്ഞ ലൈൻ സ്ട്രേറ്റ് ലൈൻ നമ്മൾ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഒരു യൂണിഫോം റേറ്റിൽ ഇൻക്രീസ് ചെയ്യുക. ഇത് വളഞ്ഞും തിരിഞ്ഞും ഒന്നുമില്ലല്ലോ, സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ടാണ് പറയുന്നത് യൂണിഫോം റേറ്റിലാണ്. സോ ഇവിടെ ഡിസ്റ്റൻസ് അല്ലേ നമ്മൾ y ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ടൈം കൂടുന്ന അനുസരിച്ച് ഡിസ്റ്റൻസും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുക. ഈ ഒരു ഗ്രാഫ് കണ്ട അറിയാം, ഡിസ്റ്റൻസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുക. കാരണം ഈ ടൈം 10 സെക്കൻഡ്സ് ആയിരിക്കുമ്പോൾ നമ്മളുടെ ഡിസ്റ്റൻസ് 10 ആണെന്ന് വിചാരിക്കുക. അടുത്ത നമ്മളുടെ ടൈം 20 സെക്കൻഡ് ആകുമ്പോൾ നമ്മളുടെ ഡിസ്റ്റൻസ് ഒരു 25 ആയിരിക്കും ഇത്. സോ 10ൽ നിന്ന് 20ലോട്ട് ടൈം പോകുമ്പോൾ ഡിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യുമല്ലേ 10ൽ നിന്ന് 25ലോട്ട്. സോ ഇറ്റ്സ് ഇൻക്രീസിങ് ഇൻ എ യൂണിഫോം റേറ്റ്. അതാണ് ഈ സ്ട്രേറ്റ് ലൈൻ അല്ലെങ്കിൽ ഈ പാർട്ട് OB കാണിക്കുന്നത്. ആ ലൈൻ ഷോസ് ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് ഇൻക്രീസിങ് അറ്റ് എ യൂണിഫോം റേറ്റ്. നൗ ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് ആണ് y ആക്സിസിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഡിസ്റ്റൻസിന് പകരം ഇഫ് വി റെപ്രസെന്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഡിസ്റ്റൻസിനകത്ത് ആ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡിസ്പ്ലേസ്മെന്റിനകത്ത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൂടെ ഉണ്ട്. സോ ഒരു സ്ട്രേറ്റ് ലൈൻ മോഷനകത്ത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡും ഈക്വലാണ്. നമ്മളത് ക്ലിയർ ആയിട്ട് പഠിച്ചായിരുന്നു. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിന്റെ റേഷ്യോ ഇസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അത് ഈക്വൽ ടു 1 എപ്പോഴാവുന്നത്? ഇഫ് ദ മോഷൻ ഇസ് ട്രാവലിംഗ് ത്രൂ എ സ്ട്രേറ്റ് ലൈൻ ഇൻ വൺ ഡയമെൻഷൻ, അതായത് ഇൻ വൺ ഡയറക്ഷൻ, തിരിച്ചു വരാതെ സ്ട്രേറ്റ് ലൈനിൽ തന്നെ മൂവ് ചെയ്യുവാണെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡും രണ്ടും ഈക്വൽ ആണ് നമ്മൾ പഠിച്ചായിരുന്നു. സോ ഞാൻ ഇവിടെ ഈ y ആക്സിസിൽ ഡിസ്റ്റൻസിന് പകരം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആക്കുവാണെങ്കിൽ ഈ ഗ്രാഫിൽ നിന്ന് ഇപ്പം ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പീഡിന്റെ ഫോർമുലയാണ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പം ഇപ്പൊ ഇത് ഡിസ്റ്റൻസും ടൈമിന്റെയും ഒരു ഗ്രാഫ് ആയതുകൊണ്ട് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന വാല്യൂ സ്പീഡിന്റെയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഡിസ്റ്റൻസിന് പകരം ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ വി ഗെറ്റ് velocity equal to, we know the equation, velocity equal to displacement divided by time. So ഡിസ്പ്ലേസ്മെന്റും ടൈമും ആണ് ഞാൻ ഈ ഗ്രാഫിൽ ഇപ്പം ഡിസ്റ്റൻസിന് പകരം റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് എന്താ അന്നേരം കിട്ടുന്നത്? വെലോസിറ്റി. സോ ഇഫ് വി replace distance by magnitude of displacement, we get uniform velocity instead of uniform speed. ഇപ്പം നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് യൂണിഫോം സ്പീഡാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പക്ഷേ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആക്കുക, ഡിസ്റ്റൻസിന് പകരം ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആക്കുകയാണെങ്കിൽ വി ഗെറ്റ് യൂണിഫോം വെലോസിറ്റി ഫ്രം ദിസ് ഗ്രാഫ്. നൗ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഇസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ സ്പീഡ് ഓഫ് എൻ ഒബ്ജെക്ട്. നമ്മൾ എന്തിനാണ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് യൂസ് ചെയ്യുന്നത്? ഒരു സ്പീഡ് ഓഫ് ദ ഒബ്ജെക്ട് കിട്ടാനായിട്ട്. ആദ്യം തന്നെ ഇനി അടുത്ത ഇതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷനിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കോൺസെപ്റ്റ് ഞാൻ ക്ലിയർ ആക്കി തരാം. ഈ ഒരു ഗ്രാഫിന് ഒരു ടേം ഉണ്ട്, സ്ലോപ്പ് എന്ന് പറഞ്ഞു. സ്ലോപ്പ്. സോ സ്ലോപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ y ആക്സിസിലത്തെ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ x ആക്സിസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് സ്ലോപ്പ് കിട്ടും. ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കംപ്ലീറ്റ് y ആക്സിസിന്റെ വാല്യൂ മൈനസ് കംപ്ലീറ്റ് x ആക്സിസിന്റെ വാല്യൂ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതായത് ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാനിത് 40 മൈനസ് ഇത് 0 അല്ലേ, 0 ഡിവൈഡഡ് ബൈ 30 മൈനസ് 0, എക്സ് ആക്സിസ് 30 വരെ കൗണ്ട് നമ്മളിപ്പം ചെയ്തിരിക്കുന്നത്. 30 മൈനസ് 0 ചെയ്യേണ്ട ആവശ്യമില്ല ഫുൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട്. നമ്മൾ ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ അതിന്റെ സ്ലോപ്പിന്റെ വാല്യൂ എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും. സോ ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് കംപ്ലീറ്റ് y, ഫുൾ വൈയും ഫുൾ എക്സും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് ആണെങ്കിൽ അതിനകത്ത് ഏതൊരു കുഞ്ഞു പാർട്ട് എടുത്താലും എല്ലായിടത്തും സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. സോ ഇപ്പൊ നമ്മളൊരു കുഞ്ഞു പാർട്ട് കൺസിഡർ ചെയ്യുക, ഈ എ ബി എന്ന് പറഞ്ഞ പാർട്ട് കൺസിഡർ ചെയ്യുക. അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് ഈ എ ബിയുടെ വാല്യൂ എത്രയാണെന്ന് നോക്കണം y ആക്സിസിൽ. അതിന് എയിൽ നിന്നും ബിയിൽ നിന്നും നമ്മൾ പാരലൽ ലൈൻസ് വരയ്ക്കണം y ആക്സിസിലോട്ട്. ഇവിടെ ഞാനിപ്പോൾ എന്താ പാരലൽ ലൈൻസ് വരച്ച് ഇത്രയും വാല്യൂ എനിക്ക് കിട്ടി. അപ്പൊ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് മുകളിലത്തെ വാല്യൂ മൈനസ് താഴത്തെ വാല്യൂ, ഗ്രേറ്റർ വാല്യൂ മൈനസ് സ്മോളർ വാല്യൂ ചെയ്യുന്നത്. സോ S2 മൈനസ് S1
ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിൽ എൻ്റെയും ബിയുടെയും വാല്യൂ അറിയണമെങ്കിൽ എയിൽ നിന്ന് എക്സ് ആക്സിസിലോട്ടും ബിയിൽ നിന്ന് എക്സ് ആക്സിസിലോട്ടും പാരലൽ ലൈൻസ് വീണ്ടും വരയ്ക്കണം വൈയിൽ ചെയ്ത പോലെ തന്നെ. അപ്പോൾ നമുക്ക് T1 ഉം T2 എന്ന് പറഞ്ഞാൽ 2 ടൈം കിട്ടും. സോ ഇതിനകത്തും ഗ്രേറ്റർ വാല്യൂ മൈനസ് സ്മോളർ വാല്യൂ ചെയ്യണം. ഇതാണ് നമ്മളുടെ സ്ലോപ്പിന്റെ ഫോർമുല. അതായത് ഈ സ്ലോപ്പിന്റെ ഫോർമുല എന്ന് പറയുമ്പോൾ ഇപ്പം ഓക്കെ സോറി ഞാൻ മറിച്ച് S2 മൈനസ് S1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. ഈ S2 S1 എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് അല്ലേ ഈ ഗ്രാഫിനകത്ത്, ഡിസ്റ്റൻസ്. ആൻഡ് T1 ഉം T2 എന്ന് പറയുമ്പോൾ അത് ടൈമിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ടൈം. സോ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോർമുല എന്താ? ദിസ് ഇസ് ഈക്വൽ ടു സ്പീഡ്. സോ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താ കിട്ടുന്നത്? സ്പീഡ്. ഇതിപ്പോ ഞാൻ ജനറലി ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഇനി അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം ഇതാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ജനറലി ഇതിപ്പോ ഞാൻ പെർട്ടിക്കുലർലി ഈ ഒരു ഗ്രാഫിന്റെ കാര്യം എടുത്തപ്പോഴാണ് നമുക്ക് സ്പീഡ് കിട്ടിയത്. പക്ഷെ ജനറലി ഏതൊരു ഗ്രാഫിന് നിങ്ങൾ മുമ്പോട്ട് ഫിസിക്സ് പഠിക്കുമ്പോൾ ഇതിന്റെ ഒത്തിരി ആപ്ലിക്കേഷൻ വരും. അപ്പൊ ആ ഗ്രാഫ് ഏത് 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് റിലേറ്റഡ് ആണെന്ന് നോക്കണം. ആ ഗ്രാഫിന്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ വൈ ആക്സിസിലെ ക്വാണ്ടിറ്റി എന്തോ ആവട്ടെ അത് ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിന്റെ ക്വാണ്ടിറ്റി എന്നാണ് അർത്ഥം. സോ ഇത് നിങ്ങൾ എപ്പോഴും ഓർക്കണം. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ എപ്പോഴും ഓർക്കണം. സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ് എന്ന് പറയുമ്പം അതിന്റെ വൈ ആക്സിസിലെ ക്വാണ്ടിറ്റി എന്താണോ, ഇപ്പൊ ഇവിടെ ഡിസ്റ്റൻസ്, അത് ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിലെ ക്വാണ്ടിറ്റി എന്താണ്, ഇവിടെ ഇപ്പം ടൈം. സോ അതാണ് നമുക്ക് സ്ലോപ്പിന്റെ വാല്യൂ കിട്ടുന്നത്. അത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ പഠിക്കണം. അപ്പം ഇവിടെ നമുക്കറിയാം ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം സ്പീഡ് ആണെന്ന് അറിയാം. അതുകൊണ്ട് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ച് നമുക്ക് സ്പീഡ് കിട്ടാൻ പോകുന്നതെന്ന് അറിയാം. ഇതിപ്പം പറയാൻ കാരണം ഇനി നിങ്ങൾ ഏരിയ ഓഫ് എ ഗ്രാഫ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പഠിക്കും. അത് അടുത്ത കേസിനകത്ത് ഞാൻ പറഞ്ഞുതരാം. സോ അന്നേരം സ്ലോപ്പും ഏരിയയും തമ്മിൽ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഇത് ക്ലിയർ ആക്കണം. സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എക്സ് ആക്സിസിലുള്ള ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ വൈ ആക്സിസിലെ ക്വാണ്ടിറ്റി എന്നുള്ളൊരു ഫോർമുലയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ നൗ നമുക്ക് ബാക്ക് ടു അവർ ടോപ്പിക് വരാം. Now we have to consider a portion, a small part of this graph which is AB. ഈ പോയിന്റ്സ് എയും ബിയും ഈ ഒരു പാർട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. Draw parallel lines to x and y axis from A and B. എയിൽ നിന്ന് ഞാനൊരു പാരലൽ ലൈൻ വരച്ചു, ബിയിൽ നിന്നും പാരലൽ ലൈൻ വരച്ചു y ആക്സിസിലോട്ട്. ഇനി എയിൽ നിന്ന് ബിയിൽ നിന്നും x ആക്സിസിലോട്ട് നമ്മൾ പാരലൽ ലൈൻസ് വരയ്ക്കണം. Now ഈ പാരലൽ ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഈ എയുടെയും ഈ ലൈനും ബിയുടെ ഈ ലൈനും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് സി. അപ്പൊ ഇവിടെ നമുക്കിപ്പോ ഒരു ട്രയാങ്കിളും ഇവിടെ ഒരു റെക്ടാങ്കിളും കിട്ടി. അവിടെ ആ സി അങ്ങനെ കിടക്കട്ടെ. Now this AC, ഈ AC എന്ന് പറഞ്ഞ ഈ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, ഇത് ഈ ടൈം ഇന്റർവെലിന്റെ ഈ ഡിസ്റ്റൻസിന് പാരലൽ ആണല്ലോ. ഈ സെയിം 20 30 തമ്മിലുള്ള എത്ര ഡിസ്റ്റൻസ് ആണോ അത് തന്നെയല്ലേ ACD ഡിസ്റ്റൻസ്. സോ നമുക്ക് പറയാൻ പറ്റും ദിസ് AC represents the time interval. ഇതാണ് നമ്മുടെ ടൈം ഇന്റർവെൽ. T2 മൈനസ് T1, ഗ്രേറ്റർ മൈനസ് സ്മോളർ ചെയ്യാവുള്ളൂ ടൈം ഇന്റർവെൽ കണ്ടുപിടിക്കാനായിട്ട്. സോ ടൈം ഇന്റർവെൽ T2 മൈനസ് T1 ഇത്രയുമാണ്. അത് തന്നെയല്ലേ ഈ AC. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു പേര് കൊടുക്കാനായിട്ട് നമ്മൾ പറയും AC represents the time interval. Now consider this part BC. BC ഇതെന്ന് പറഞ്ഞാൽ S2 മൈനസ് S1, ഇത്രയും ഡിസ്റ്റൻസ് S2 മൈനസ് S1, ഗ്രേറ്റർ മൈനസ് സ്മോളർ. ഇതാണ് നമ്മളുടെ ഡിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഹിയർ ഈ BC എന്ന് പറയുന്ന പാർട്ട് ഈ ഒരു പാർട്ടിന് പാരലൽ അല്ലേ, ഇത് എത്രയാണോ അത്രയും തന്നെയല്ലേ BCയുടെ മെഷർമെന്റ് അല്ലെങ്കിൽ amount, distance. So this BC represents distance which is S2 minus S1. ഇപ്പൊ ഇത്രയും ക്ലിയർ ആയോ? നമ്മൾ AB എന്ന് പറഞ്ഞൊരു പാർട്ട് എടുത്തു, അതിൽ നിന്ന് നമ്മൾ പാരലൽ ലൈൻസ് വെച്ചു y ആക്സിസിലോട്ടും x ആക്സിസിലോട്ടും. AC എന്ന് പറഞ്ഞ പാർട്ട് അപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ടൈം ഇന്റർവെലിന്റെ സെയിം തന്നെയാണ്. സോ AC represents the time interval T2 minus T1. ആൻഡ് BC എന്ന് പറഞ്ഞ പാർട്ട് നോക്കും, നമ്മുടെ ഈ ഡിസ്റ്റൻസ് നമ്മൾ എടുത്തേക്കുന്ന ഇത്രയും ഡിസ്റ്റൻസിന്റെ സെയിം amount തന്നെയാണ്. സോ BC represents the distance which is S2 minus S1. സോ ഇനി നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് നമ്മളുടെ ഒബ്ജക്റ്റിന്റെ ഒരു ഫോർമുല അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റിന്റെ ഒരു ഫോർമുല ഡിറൈവ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
ഈ ഒരു ഒ ബി എന്ന് പറഞ്ഞ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മളുടെ ഒബ്ജക്റ്റിന്റെ മോഷനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. സോ നമ്മളുടെ ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ ഒരു പോയിന്റ് എ എത്തിയിട്ട് ബി എത്തുന്ന വരെയുള്ള ഇത്രയും ഈ ഒരു മോഷൻ ഉണ്ടല്ലോ, ഈ ഒരു മൂവ്മെന്റിനെ നമ്മളിങ്ങനെ അനലൈസ് ചെയ്യാൻ പോകും. സോ വെൻ ദ ഒബ്ജക്ട് മൂവ്സ് ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലോട്ട് ഇത് മൂവ് ചെയ്യുമ്പോൾ ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇത്രയും പാർട്ട് വൈ ആക്സിസിൽ എത്രയാവുമെന്ന് നമ്മൾക്ക് അറിയണം. അതാണല്ലോ ഞാൻ ഇങ്ങോട്ട് പാരലൽ ലൈൻ വരച്ചിട്ട് കണ്ടുപിടിച്ചേക്കുന്നത്. ഇത്രയും ഡിസ്റ്റൻസ് ആണ് എയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. സോ ദിസ് മച്ച് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇത് എത്ര ഡിസ്റ്റൻസ് ആണ്? S2 minus S1. So the distance traveled by the object when it moves from A to B is S2 minus S1. ഇനി എയിൽ നിന്ന് ബിയിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളുടെ ഒബ്ജക്റ്റ് എടുക്കുന്ന ടൈം എത്രയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എക്സ് ആക്സിസിൽ നോക്കണം. ടൈം എത്രയാണെന്ന് അറിയണമെങ്കിൽ ഈ പോയിന്റ്സ് നേരെ നമ്മൾ എക്സ് ആക്സിസിലോട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് T2 മൈനസ് T1. ആദ്യം ഇത് T1ലായിരുന്നു, പിന്നെ എ പോയിന്റ് വരുമ്പോൾ ഇത് T1ലാണ്, ബി പോയിന്റിൽ എത്തുമ്പോൾ ഈ ഒബ്ജക്റ്റ് എടുക്കുന്ന ടൈം എത്രയാണെന്ന് വെച്ചാൽ T2 ടൈമാണ്. സോ നമ്മളുടെ ഇത്രയും മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ടൈം ഇന്റർവെൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഗ്രേറ്റർ മൈനസ് സ്മോളർ, T2 മൈനസ് T1. സോ ദ ടൈം ടേക്കൺ ഈക്വൽ ടു T2 മൈനസ് T1. ഇനി സ്പീഡിനെ റെപ്രസെന്റ് ചെയ്ത് സ്മോൾ ലെറ്റർ V. സ്പീഡിന്റെ ഫോർമുല എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അപ്പം എയിൽ നിന്ന് ബിയിലോട്ട് ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള മൂവ്മെന്റിൽ നമ്മളുടെ ഒബ്ജക്റ്റിന്റെ സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ ഡിസ്റ്റൻസ് എയും ബിയും കവർ ചെയ്യാനെടുത്ത ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. സോ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് S2 minus S1 and time taken is T2 minus T1. So speed equal to S2 minus S1 divided by T2 minus T1. ഇതിനെയായിരുന്നു ഞാൻ മുമ്പേ എക്സ്പ്ലെയിൻ ചെയ്ത സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഗ്രാഫിൽ നിന്ന് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് കൺസിഡർ ചെയ്യണം നമ്മുടെ ഗ്രാഫിൽ. ആ പോയിന്റ്സിൽ നമ്മൾ പാരലൽ ലൈൻ വരച്ച് നോക്കണം. വൈ ആക്സിസിൽ അത് എത്രയാണെന്നും എക്സ് ആക്സിസിൽ അത് എത്രയാണെന്നും പാരലൽ ലൈൻ വരച്ചിട്ട് നോക്കണം. എന്നിട്ട് ഈ പാരലൽ ലൈനിനകത്ത് ഡിസ്റ്റൻസിന്റെ എമൗണ്ട് S2 മൈനസ് S1 ഡിവൈഡഡ് ബൈ ടൈമിന്റെ എമൗണ്ട് T2 മൈനസ് T1, അതിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു കേസിൽ കൺസിഡർ ദാറ്റ് ദിസ് ഇസ് 45 ആൻഡ് ദിസ് ഇസ് 35. ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ എടുക്കുക. ഇത് 20 ഇത് 30. സോ ഈ ഒരു കേസിൽ നമ്മളുടെ സ്പീഡ് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് ബിയിലോട്ട് മൂവ് ചെയ്യുമ്പോഴത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് വിച്ച് ഇസ് 45 മൈനസ് 35 ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ T2 13, T1 20. So this is 30 minus 20 which is equal to 45 minus 35 10 divided by 30 minus 20 10. So ഇത് 1 ആവും. This is equal to 1 meter per second. So നമ്മളുടെ ഒബ്ജക്റ്റിന്റെ സ്പീഡ് ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തു കാണിച്ച ഗ്രാഫിൽ നിന്ന് എങ്ങനെ സ്പീഡ് കണ്ടുപിടിക്കാന്ന് പറയാനായിട്ട് ഈ എക്സാമ്പിൾ കാണിച്ചത്. ഈ ഒരു എക്സാമ്പിളിനകത്ത് നമ്മളുടെ ഒബ്ജക്റ്റിന്റെ സ്പീഡ് 1 meter per second ആണ്. ഇനി ഇപ്പം തന്നെ നമ്മൾ നോക്കിയത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം സ്പീഡ് കാണിക്കുന്ന ഒബ്ജക്ട്സിന്റെ മോഷനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇനി ഇപ്പം അടുത്ത നമുക്ക് ഗ്രാഫ് നോക്കണ്ടേ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഫോർ എ കാർ മൂവിങ് വിത്ത് നോൺ യൂണിഫോം സ്പീഡ്. കാർ ഓർ എനി ഒബ്ജക്റ്റ്, കാറിന് ഇവിടെ എഴുതിയേ ഉള്ളൂ. അപ്പം നോൺ യൂണിഫോം സ്പീഡുള്ള ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ എക്സ് ആക്സിസിൽ സെയിം തന്നെ ടൈമും ഇവിടെ ഡിസ്റ്റൻസും. ഇനി ഇവിടെ നോക്കാം നോൺ യൂണിഫോം മോഷൻ ആയതിനാൽ നമുക്കറിയാം ഇറ്റ് കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം എന്ന് നമുക്കറിയാം. സോ ഇവിടെ നോക്കൂ, 2 seconds ആകുമ്പം ഇതിന്റെ ഡിസ്റ്റൻസ് ഒരു 4 ആണെന്ന് ഓർക്കാം. 4 meter ആയിരിക്കും. ഇത് ടൈം, ഇത് ഡിസ്റ്റൻസ്. ഇനി 4 second ആകുമ്പം ഇതിന്റെ ഡിസ്റ്റൻസ് ഒരു 11 meter വല്ലതും ആയിരിക്കും. 6 seconds ആകുമ്പം ഇതിന്റെ ഡിസ്റ്റൻസ് ഒരു 22 വല്ലതും ആയിരിക്കും. സോ നമുക്ക് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമാ, രണ്ടും തമ്മിൽ 2 seconds ഡിഫറൻസ്, ഇത് രണ്ടും തമ്മിൽ 2 seconds ഡിഫറൻസ്. പക്ഷെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കേ, 11 minus 4 എന്ന് പറയുമ്പം 7 അല്ലേ? 7. 11 minus 22 എന്ന് പറയുമ്പം 11. സോ ഇവിടെ ഈക്വൽ ഡിസ്റ്റൻസ് അല്ലല്ലോ, ഇത് ഈ ഒബ്ജക്റ്റ് കവർ ചെയ്യുന്ന ഈക്വൽ ഡിസ്റ്റൻസ് അല്ല, ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് അല്ല കവർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ നോൺ യൂണിഫോം മോഷൻ.
അന്നേരം അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരത്തില്ല. സ്ട്രെയിറ്റ് ലൈൻ വരണമെങ്കിൽ യൂണിഫോം മോഷൻ ആയിരിക്കണം. കൂടാതെ ലീനിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണെങ്കിലാണ് സ്ട്രെയിറ്റ് ലൈൻ വരുന്നത് നമ്മുടെ ഗ്രാഫിനകത്ത്. ഇത് നോൺ ലീനിയർ ആണ്. നമ്മൾ ഈ ഗ്രാഫ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന കാണുമ്പോൾ നമുക്കറിയാം ദ നേച്ചർ ഓഫ് ദി ഗ്രാഫ് ഷോസ് ദാറ്റ് നോൺ ലീനിയർ വേരിയേഷൻ ഓഫ് ഡിസ്റ്റൻസ് വിത്ത് ടൈം. ഒരു ലീനിയർ വേരിയേഷൻ ഓഫ് ഡിസ്റ്റൻസ് വിത്ത് ടൈം എന്ന് പറയുമ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം, യൂണിഫോം സ്പീഡ്. നോൺ ലീനിയർ വേരിയേഷൻ എന്ന് പറയുമ്പോൾ അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. അപ്പം ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഇത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് വേറെ ആയതുകൊണ്ട് ഇതിങ്ങനെ ഈ ഗ്രാഫ് വളഞ്ഞിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ പഠിച്ചത് we mainly studied about the introduction or the concept about graphs and why do we use it, and also we studied detailedly about distance time graphs. അതിനകത്ത് യൂണിഫോം മോഷൻ്റെ ഗ്രാഫ് എങ്ങനെയാണെന്നും നോൺ യൂണിഫോം മോഷൻ്റെ ഗ്രാഫ് എങ്ങനെയാണെന്നും നമ്മൾ പഠിച്ചു. കൂടാതെ യൂണിഫോം മോഷനകത്ത് അതിൻ്റെ ആ ഗ്രാഫിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് സ്പീഡ് കണ്ടുപിടിക്കുന്നതെന്നും അതിൻ്റെ ഫോർമുലയാണ് നമ്മളിന്ന് മെയിൻലി പഠിച്ചത്. So that's the end of today's class. Bye.